Hello everyone, welcome back to yet another video of Natural Lines. Today I would like to discuss one of the famous poems of P.P. Ramachandran, that is കാറ്റേ കടലേ. P.P. രാമചന്ദ്രൻ എന്ന് പറയുന്ന കവിയുടെ കാറ്റേ കടലേ എന്ന് പറയുന്ന കവിതയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു മലയാളം പോമാണ്. സോ ഐ എം മൂവിങ് ടു ദി പോം. ഉമ്മറക്കോലായിൽ നിന്ന് രാത്രിയിൽ എടുത്തു വയ്ക്കാൻ മറന്ന കിണ്ടി കളവ് പോയതുപോലെ വയൽക്കരയിലുള്ള ഒരു കുന്ന് പുലർച്ചയ്ക്ക് കാണാതായി. അതായത് ഉമ്മറക്കോലായിൽ നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് പുറം ഭാഗത്ത് നമ്മൾ ഒരു രാത്രി എടുത്തു വയ്ക്കാൻ മറന്നുപോയ ഒരു കിണ്ടി നമ്മൾ സാധാരണ വീടുകളുടെ മുൻവശത്ത് കാണുമല്ലോ. അത് കളവ് പോയാൽ എങ്ങനെ ഇരിക്കും? അതായത് രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ കിണ്ടി കാണുന്നില്ല. അതുപോലെ തന്നെ വയൽക്കരയിലുള്ള ഒരു കുന്ന് പുലർച്ചെ കാണാതായി. അതായത് വയലിനെ അരികത്തുണ്ടായിരുന്ന ഒരു കുന്ന് രാവിലെ കാണാതെ പോയി. ഉമ്മറക്കോലായിൽ നിന്ന് കിണ്ടി കാണാതെ പോകുന്നത് എങ്ങനെയാണ്? അതുപോലെ തന്നെ രാവിലെ എണീറ്റപ്പോഴേക്കും കുന്ന് കാണാനില്ല. കുന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. മഴയും വെയിലും എവിടെയെല്ലാം തിരഞ്ഞു? പിന്നെയും ബാക്കിയായ ഒരു കുന്നിൻ്റെ പള്ളയ്ക്കാണ് എൻ്റെ വീട്. അപ്പോൾ കവി പറയാണ്, മഴയും വെയിലും എവിടെയെല്ലാം തിരഞ്ഞു. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒരാളെ കാണാതാവുമ്പോൾ നമ്മുടെ വീട്ടിലെ ആളുകൾ ഓടില്ലേ? അതുപോലെ മഴയും വെയിലും ഈ കുന്നിനെ അന്വേഷിച്ച് ഒരുപാട് സ്ഥലങ്ങൾ അലഞ്ഞു, പക്ഷേ കണ്ടെത്താനായില്ല. പിന്നെയും ബാക്കിയായ ഒരു കുന്നിൻ്റെ പള്ളയ്ക്കാണ് എൻ്റെ വീട്. അതായത് എൻ്റെ വീടെന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു കുന്നിൻ്റെ പള്ളയ്ക്കാണ്, അതായത് കുന്നിൻ്റെ ഒരു ഭാഗത്താണ് എൻ്റെയും വീട് നിൽക്കുന്നത്. ഇപ്പോൾ കുന്നുകളെല്ലാം റോഡ് പണിക്ക് പോകുന്നു, കരയുന്ന വീടുകളെ ഉറക്കിക്കിടത്തിക്കൊണ്ട്. അതായത് കുന്നുകളെല്ലാം എങ്ങോട്ടാണ് പോകുന്നത്? കുന്നുകളെല്ലാം റോഡ് പണിക്ക് പോവുകയാണ്. അതായത് ഈ രാവിലെ എണീക്കുമ്പോൾ ഈ വലിയ വലിയ വാഹനങ്ങൾ വന്നിട്ട് ഈ കുന്നുകളിലുള്ള മണ്ണും അതുപോലെ തന്നെ ഈ കാണുന്ന ഈ വലിയ ഭൂപ്രദേശം തന്നെ ലോറികളിലാക്കിയിട്ട് റോഡ് പണിക്ക് കൊണ്ടുപോവുകയാണ്. കരയുന്ന വീടുകളെ ഉറക്കിക്കിടത്തിക്കൊണ്ട്, അതായത് കുഞ്ഞുങ്ങളെ അമ്മമാർ ഉറക്കിക്കിടത്തിക്കൊണ്ട് ജോലിക്ക് പോവില്ലേ? അതുപോലെ തന്നെയാണ് കരയുന്ന വീടുകളെ, അതായത് അവരുടെ നിലനിൽപ്പ് അവർക്ക് അറിയില്ല. ഈ വീടുകൾ നാളെ ഉണ്ടാവുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അത്തരത്തിലുള്ള വീടുകളെ ഉറക്കിക്കിടത്തിക്കൊണ്ട് നാളെ അവർക്കും എന്ത് സംഭവിക്കാം? അവരെ അറിയാതെ, അവരെ തട്ടി ഉണർത്താതെ പതുക്കെ മൗനമായിട്ട് ഈ കുന്നുകളെല്ലാം എന്ത് ചെയ്യുവാണ്? വണ്ടി കയറി പോവുകയാണ്. എവിടെയൊക്കെയാണ് പോകുന്നത്? റോഡ് പണിക്കാണ് പോകുന്നത്. പന്തലം കുന്ന്, പൂത്രക്കുന്ന്, പുളിയാറക്കുന്ന്, പറക്കുന്ന്, ചോലക്കുന്ന്, ചന്തക്കുന്ന്, കരിമ്പനക്കുന്ന്. അതായത് ഓരോ കുന്നുകളുടെ പേര്, ഓരോ പ്രദേശങ്ങളുടെ പേരാണ് കവി അവിടെ എടുത്തു കാണിക്കുന്നത്. പേര് വിളിക്കുമ്പോൾ വരി വരിയായി വന്ന് ലോറിയിൽ കയറണം. അതായത് ഇതെല്ലാം ഓരോ കുന്നുകളാണ്. ഓരോ ദിവസം തോറും ഓരോ കുന്നുകൾ ഇങ്ങനെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് പണിക്ക് ഓരോ പ്രദേശങ്ങളും മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പേര് വിളിക്കുമ്പോൾ കുട്ടികളിങ്ങനെ വരുന്ന പോലെ എല്ലാവരും ലോറിയിൽ വരി വരിയായി വന്ന് കയറണം. പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങണം. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇറങ്ങണം. നിരപ്പാക്കിയ തലയിൽ 8 വരിപ്പാത ചുമന്ന് നിന്നുകൊള്ളണം. അതായത് ഇവരെ കൊണ്ടുപോകുന്നത് എന്തിനാണ്? റോഡ് പണിക്കാണല്ലേ. 8 വരിപ്പാതയും 10 വരിപ്പാതയൊക്കെ നമുക്ക് വികസനത്തിൻ്റെ പേരിലുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള 8 വരിപ്പാത പണിയാൻ വേണ്ടിയാണ് ഇവരെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നിരപ്പാക്കിയ തലയിൽ ഈ കുന്നുകളെല്ലാം നിരപ്പായിട്ടിരിക്കുമല്ലേ, നിരപ്പാക്കി കളയും. അപ്പോൾ ആ 8 വരിപ്പാത ചുമന്ന് നിൽക്കണം ഈ കുന്നുകൾ. അതാണ് ആളുകളുടെ ഉദ്ദേശം. തലയ്ക്ക് മീതെ കാലം ഷൂം എന്ന് പായും, അനങ്ങരുത്. അപ്പം നിങ്ങളുടെ തലയുടെ മേളിലൂടെ കാലം എന്ന് പറയുന്നത് സമയം ഷും എന്ന് പറഞ്ഞ് പറന്നു പോകും. അതായത് അതിലൂടെ വാഹനങ്ങളെല്ലാം യാത്ര ചെയ്ത ആളുകൾ പോകും. നിങ്ങളുടെ തലയ്ക്ക് മീതെ അല്ലേ, ഈ കുന്നുകളാണ് ഈ വികസനത്തിൻ്റെ പേരിൽ ഇങ്ങനെ 8 വരി പാതയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഷും എന്ന് പറഞ്ഞ് അങ്ങ് പോകും. അനങ്ങരുത്, മിണ്ടരുത്. കാറ്റേ കടലേ തെങ്ങോലകളെ, നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ആകാൻ പോകുന്നു, ഇനി കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ കുന്നുകൾ പറയാണ്, കാറ്റേ കടലേ തെങ്ങോലകളെ, ഇവരോടെല്ലാം യാത്ര പറയാണ്, നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ആകാൻ പോകുന്നു, ഇനി കാണാൻ പറ്റിയെന്ന് വരില്ല. ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ സംഗമിക്കുമെന്ന് തോന്നില്ല. നമ്മളുടെ സുഹൃത്ത് ബന്ധം മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല. കാണാൻ സാധിക്കുമെന്നേ ഒരു ഉറപ്പുമില്ല. ബഷീറിൻ്റെ കഥയിലെ നാരായണി ആകാശത്തേക്ക് ചുള്ളിക്കമ്പെറിഞ്ഞതുപോലെ നിങ്ങൾ എന്തെങ്കിലും അടയാളം കാട്ടണം, ഞാൻ നോക്കിയിരിക്കും. അതായത് ബഷീറിൻ്റെ കൃതിയായിട്ടുള്ള മതിലുകൾ എന്ന് പറയുന്ന നോവലിൽ നാരായണി എന്ന് പറയുന്ന കഥാപാത്രം സ്ത്രീകളുടെ ജയിലിൽ അകപ്പെട്ട ഒരു കുറ്റവാളിയാണ്. തൊട്ടിപ്പുറത്തെ ജയിലിലാണ് ബഷീർ താമസിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ പ്രണയം കൈമാറുന്നത് ഇവരുടെ ശബ്ദത്തിലൂടെയാണ്. അപ്പോൾ നാരായണി എന്താ ചെയ്യുന്നത്? നാരായണി തൻ്റെ ആ ഒരു നിലനിൽപ്പ് താൻ ഇവിടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി റോസാക്കമ്പുകൾ ഈ മതിലിൻ്റെ
അരികത്തൂടെ ഇങ്ങനെ എറിഞ്ഞു കാണിക്കും. അപ്പോഴാണ് ബഷീറിന് മനസ്സിലാവുന്നത് തൻ്റെ കാമുകി അപ്പുറത്തുണ്ടെന്ന്. അങ്ങനെ ഈ റോസാക്കമ്പുകൾ കണ്ട്, റോസ് ചെടി കണ്ടുകൊണ്ടാണ് ബഷീർ തൻ്റെ കാമുകിയായിട്ട് സംസാരിക്കാൻ വേണ്ടി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ബഷീറിൻ്റെ കഥയിലെ നാരായണി ആകാശത്തേക്ക് ചുള്ളിക്കമ്പെറിഞ്ഞതുപോലെ നിങ്ങൾ എന്തെങ്കിലും അടയാളം കാട്ടണം, ഞാൻ നോക്കിയിരിക്കും. അപ്പോൾ കുന്നുകൾ പറയാണ്, കാറ്റിനോടും കടലിനോടൊക്കെ പറയാണ്, നിങ്ങൾ എന്തെങ്കിലും അടയാളം കാണിക്കണം, എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ ആ ഒരു നിങ്ങളവിടെ ഉണ്ട് എന്നുള്ള ആ ഒരു അനുഭവം എനിക്ക് കിട്ടുള്ളൂ. അപ്പം ബഷീറിൻ്റെ നാരായണിയെ പോലെ നിങ്ങളും എനിക്ക് വേണ്ടി എന്തെങ്കിലും സൂചനകളും അടയാളങ്ങളും കാണിക്കണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരപേക്ഷയോടുകൂടിയാണ് കുന്നുകൾ അവരുടെ ആ ഒരു ദയനീയ അവസ്ഥ തുറന്നു കാട്ടുന്നത്. അപ്പോൾ ഈ ഒരു കൃതിയിൽ അല്ലെങ്കിൽ ഈ ഒരു പോയത്തിൽ നമ്മുടെ കവി പറയാൻ ശ്രമിക്കുന്നത് വികസനത്തിൻ്റെ പേരിൽ നമ്മുടെ പ്രകൃതിയുടെ ആ ഒരു പാരസ്പര്യം, അല്ലെങ്കിൽ പ്രകൃതിക്ക് ഇപ്പോൾ പറഞ്ഞല്ലോ കാറ്റും കടലും തെങ്ങോലകളും കുന്നുകളും മലകളും വയലുകളും ഇവരെല്ലാം തമ്മിൽ നിൽക്കുന്ന ആ ഒരു 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 എന്താ പറയുക, ഒരു ഭംഗിയുണ്ടല്ലോ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു നിലനിൽപ്പുണ്ടല്ലോ, അതാണ് വേർപെടുത്തി കളയുന്നത്. അപ്പോൾ വികസനത്തിൻ്റെ പേരിൽ പുതിയൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഒരു വളരെ ഭംഗിയായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം നിലനിൽക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നിലനിൽപ്പിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് പ്രകൃതി എന്ന് പറയുന്നത്. ആ നിലനിൽപ്പിനെ എന്താ പറയുക, ചൂഷണം ചെയ്തുകൊണ്ടിട്ടാണ് നമ്മൾ പുതിയൊരു നിലനിൽപ്പിന് വേണ്ടി ശ്രമിക്കുന്നത്. അപ്പം ഈ പ്രകൃതിയുടെ നിലനിൽപ്പ് അവസാനിപ്പിക്കുന്നത് വഴി മനുഷ്യൻ്റെ നിലനിൽപ്പ് കൂടിയാണ് അവസാനിക്കുന്നത്. അതായത് കുന്നുകളും മലകളും റോഡുകളിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിരത്തി പോകുമ്പം നമ്മുടേതായിട്ടുള്ള ആ ഒരു എന്താ പറയുക നിലനിൽപ്പും അതിലൂടെ പിന്നീട് പിൽക്കാലങ്ങളിൽ പോകുമെന്നുള്ള ഒരു ഭീഷണിയാണ് കവി നമുക്ക് നൽകുന്നത്. അപ്പോൾ കുന്നുകളുടെ ആ ഒരു ദയനീയ അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ അടയാളങ്ങൾ, അതായത് അവസാന ഭാഗത്ത് പറയുന്നുണ്ട് എന്തെങ്കിലും അടയാളം കാണിക്കണമെന്ന്. ഈ അടയാളം എന്ന് പറയുന്നത് അവശേഷിപ്പാണ്. അതായത് ഞാനിവിടെ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സിസ്റ്റൻസ്, അല്ലെങ്കിൽ എൻ്റെ ഒരു എന്താ പറയുക സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും അടയാളങ്ങൾ കാണുന്നത്, അടയാളങ്ങൾ നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ കവി പറയുന്നുണ്ട് എന്തെങ്കിലും അടയാളങ്ങൾ കാണിക്കണം കേട്ടോ, നാരായണി കാണിച്ച പോലെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും ഒരു അവശേഷിപ്പിൻ്റെ ഒരു സൂചനയായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ വികസനത്തിൻ്റെ പേരിൽ പ്രകൃതിയെ നശിപ്പിച്ചിട്ട് കൊണ്ടുള്ള മനുഷ്യൻ്റെ ആ ക്രൂരതയാണ് കവി കാണിക്കുന്നത്. പിന്നെ കവിയുടെ നാട്ടിൽ ഉണ്ടായ ആ ഒരു ഇഷ്യൂ ആണിത്. അതായത് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു 4 വരിപ്പാത 8 വരിപ്പാതയൊക്കെ പണിതപ്പോൾ ഉണ്ടായ ആ ഒരു ബുദ്ധിമുട്ട്, അതാണ് അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത്. ഇതൊരു ദേശത്തിൻ്റെ കഥ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശത്തിൻ്റെ കഥ മാത്രമല്ല, ഇത് എല്ലാവർക്കും ബാധകമാണ് എന്നുള്ള ഒരു അടിക്കുറിപ്പോട് കൂടിയാണ് ഈ കവിത അവസാനിക്കുന്നത്. അപ്പോൾ കുന്നുകൾ കെഞ്ചിയ പോലെ, അല്ലെങ്കിൽ കേണ പോലെ നമ്മളും മനുഷ്യരും ഇതുപോലെ തന്നെ നമ്മുടെ ബന്ധങ്ങളും അവസാനിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ കേണേണ്ടി വരും എന്നുള്ള ഒരു ഭീഷണി തന്നെയാണ് കവി ഇവിടെ മുഴക്കുന്നത്. So that is the end of the analysis part of the poem. Thank you for watching. For more literature content videos, just subscribe my YouTube channel Natural Lines. Let's learn something fruitful in a few words. Thank you so much.